മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാകാം. എന്നാൽ നമ്മെ മറ്റുള്ളവർ സ്നേഹിക്കണമെന്ന് നാം ചിന്തിക്കുന്ന അളവിൽ അവരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയാറുണ്ടോ? സ്നേഹത്തെക്കുറിച്ച് നാം ഏറെ കേൾക്കാറുണ്ട്. നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സ്നേഹം ഒട്ടുമിക്കവാറും ഒരു വികാരം മാത്രമാണ്. നമുക്കിഷ്ടമുള്ളത് എന്തെങ്കിലും കണ്ടാൽ സ്നേഹിക്കും, ഇഷ്ടപ്പെടാതെ വന്നാൽ നാം അത് ദ്വേഷിക്കും. അതാണ് വികാരം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ദൈവം ആഗ്രഹിക്കുന്ന സ്നേഹം പ്രഥമമായി ഒരു മനോഭാവമാകുന്നു, ആറ്റിറ്റ്യൂഡ്. ദൈവം അംഗീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ശരിയായ മനോഭാവത്തിൽ നിന്നും വരുന്നതാകണം. അല്ലാത്ത പക്ഷം അത് കപടമാകും, വ്യാജമാകും. സ്നേഹത്തിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന 4 പദങ്ങളിൽ ഒന്ന് അഗാപ്പേ എന്നുള്ളതാണ്. ഇതത്രേ ദൈവസ്നേഹം, ഏറ്റവും ഉയർന്ന നിലയിലുള്ള സ്നേഹം. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ 13-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള സ്നേഹത്തെക്കുറിച്ചാകുന്നു. വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു സഭയായിരുന്നു കൊരിന്തിലുണ്ടായിരുന്നത്. നമുക്കറിയാം. അത് സകല പ്രശ്നങ്ങൾക്കുമുള്ള പ്രതിവിധിയായിട്ടാണ് സ്നേഹത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പറയുന്നത്. സ്നേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ ഞാനുമായി ബന്ധപ്പെടുന്നവരുടെ നന്മ മാത്രം ലക്ഷ്യമാക്കി സ്നേഹിക്കുന്നതിനെക്കുറിച്ചാകുന്നു അവൻ സൂചിപ്പിക്കുന്നത്. എല്ലാം സഹിക്കുന്ന, എല്ലാം വിശ്വസിക്കുന്ന, ഞാനുമായി ബന്ധപ്പെടുന്നവരെക്കുറിച്ച് നല്ലത് മാത്രം പറയുന്ന ദിവ്യ സ്നേഹം, അല്ലാത്തത് സ്നേഹമല്ല. നമ്മുടെ ശത്രുത വെച്ച് പുലർത്തുന്നവരെ പോലും ഈ പറഞ്ഞതുപോലെ സ്നേഹിക്കുവാൻ കഴിയുന്നതാണ് ദൈവസ്നേഹം. പ്രിയമുള്ളവരെ, അതിനുള്ള ശക്തി ദൈവം നൽകും. ഇന്നത്തെ പഠനം തീർച്ചയായും നിങ്ങളെ അതിനായി സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളെടുത്താട്ട് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട അനേകം ചിന്തകൾ വിശുദ്ധ പൗലോസ് ഈ ഭാഗത്ത് നമ്മോട് പങ്കുവയ്ക്കുന്നു. വളരെ ശ്രദ്ധിച്ച് പഠിക്കാം. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു നിർത്തിയപ്പോൾ ശുശ്രൂഷയെക്കുറിച്ചാണല്ലോ കണ്ടത്. അതിനേക്കാൾ ചിന്തിപ്പിക്കുന്ന വേറെ ചില വരങ്ങളെക്കുറിച്ച് 8-ാം വാക്യത്തിൽ വായിക്കുന്നു. ഞാനൊന്ന് വായിക്കട്ടെ. ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെയാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾ പരിശുദ്ധാത്മാവിന്റെ വരത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ പല വരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. എപ്പോഴെങ്കിലും ദാനം ചെയ്യുവാനുള്ള ആ വരത്തിനു വേണ്ടി താങ്കൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ളവരെ ഞാൻ അധികം കണ്ടിട്ടില്ല. പാടുവാനുള്ള കഴിവിനു വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്, പ്രസംഗിക്കുവാനുള്ള കഴിവിനു വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്, രോഗശാന്തി വരം ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്. ദാനം ചെയ്യുവാൻ, തന്റെ ഭൗതിക സമ്പാദ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നവരാണ് ദാനം ചെയ്യുന്നവർ. പണം സമ്പാദിക്കുവാനുള്ള വരം ദൈവം താങ്കൾക്ക് നൽകിയിരിക്കാം. അതും ഒരു വരമാണ്. ദൈവഹിതപ്രകാരം പണം സമ്പാദിക്കുക. എന്നെ കൊണ്ടത് സാധിച്ചെന്ന് വരില്ല. ഉണ്ടെങ്കിലല്ലേ കൊടുക്കുവാൻ സാധിക്കൂ. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ഉള്ളത് കൊടുക്കുവാനാണ്. ദാനം ചെയ്യുവാനുള്ള വരം. അങ്ങനെ വരമുള്ള അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര ഉന്നതമായ വരമില്ലേ? വേറെണ്ണം, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ നേതൃത്വം കൊടുക്കുവാനുള്ള വരത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. നേതൃത്വം കൊടുക്കുവാൻ കഴിവുള്ളവരുണ്ട്. അവർ തങ്ങളുടെ വരം സഭയിൽ സകലവും നന്നായും ക്രമമായും നടക്കുന്നതിനായി ഉപയോഗിക്കേണ്ടതാണ്. സഭയുടെ പ്രവർത്തനത്തിലും ഭരണപരമായ കഴിവുള്ള ആളുകൾ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമത്രേ. അതുകൊണ്ട് ഭരിക്കുവാൻ കഴിവുള്ളവർ, അവർ ഉത്സാഹത്തോടെ ഭരിക്കണം. പിന്നെ ഒടുവിലായി പറയുന്നു, കരുണ ചെയ്യുന്നവൻ. അതും ഒരു വരമാണോ? ഇല്ലേ? ദൈവവചനം എത്ര കൃത്യമാണ്. കരുണയോടുകൂടിയ പ്രവർത്തനങ്ങൾക്കുള്ള വരത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരു രോഗിയുടെ മുറിയിൽ പ്രത്യാശയുടെ കിരണങ്ങൾ പരത്തുവാൻ കഴിവുള്ള ചിലരുണ്ട്. എന്നാൽ മറ്റു ചിലരാകട്ടെ കൂടുതൽ നിരാശയായിരിക്കും ഉളവാക്കുക. ഒരു ദൈവപൈതൽ
കരുണ ചെയ്യുന്നവനായിരിക്കണം. ആദ്യം ഒരു ദൈവപൈതലിന് ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് നാം കണ്ടത് 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ. 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം കണ്ടത് ആത്മീക വരങ്ങളുമായുള്ള ബന്ധത്തിൽ ഒരു ദൈവപൈതൽ എങ്ങനെയായിരിക്കണം എന്നത്രേ. ഇനിയും 9 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ഒരു ദൈവപൈതൽ മറ്റ് ദൈവമക്കളോടുള്ള ബന്ധത്തിൽ എപ്രകാരമായിരിക്കണം എന്നാണ്. 9-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. സ്നേഹം നിർവ്യാജം ആയിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവീൻ. അതെ, സ്നേഹം നിർവ്യാജം ആയിരിക്കട്ടെ, അതായത് കാപട്യമില്ലാത്ത സ്നേഹം. താങ്കൾ അർത്ഥമാക്കാത്ത വാക്കുകൾ മുഖസ്തുതിക്കു വേണ്ടിയോ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടിയോ പറഞ്ഞുകൂടാ. സ്നേഹം കപടമില്ലാത്തതായിരിക്കട്ടെ. താങ്കൾ ചിരിച്ചു കാണിക്കുമ്പോൾ അത് താങ്കളുടെ ഉള്ളിൽ നിന്ന് തന്നെ ആയിരിക്കട്ടെ. അഭിനയിക്കരുത്. കപടമായ സ്നേഹം പാടില്ല. അതിന് സാധിക്കാത്തൊരു സാഹചര്യത്തിലാകുന്നു താങ്കളെങ്കിൽ, അതായത് നിർവ്യാജ സ്നേഹം കാണിക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാകുന്നു താങ്കളെങ്കിൽ, അങ്ങനെയൊരു സാഹചര്യത്തിൽ നിന്നും താങ്കളെ രക്ഷിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ അഭിനയ ജീവിതം അപകടകരമാണ്. പിന്നെ പറയുന്നു, തീയതിനെ വെറുക്കുക, അതായത് തിന്മയോട് താങ്കൾക്കുള്ള വെറുപ്പ് പ്രകടമാക്കുക എന്നാണ് അർത്ഥം. ഇതിനുവേണ്ടി നാം പ്രത്യേകം പ്രാർത്ഥിക്കണം. സഭയിൽ താങ്കൾ എന്തെങ്കിലും തെറ്റ് കാണുമ്പോൾ അത് മേലധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ്. സത്യത്തിനു വേണ്ടി നിലകൊള്ളേണ്ടത് ആവശ്യമത്രേ. തിന്മയ്ക്കെതിരെയുള്ള താങ്കളുടെ വെറുപ്പ് പ്രകടിപ്പിക്കുവാൻ നട്ടലുള്ള സ്ത്രീ പുരുഷന്മാരെയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നല്ലതിനോട് പറ്റിക്കൊള്ളുവീൻ എന്ന് പറയുന്നു. പശ ഒട്ടിച്ചേരുന്നതുപോലെയോ സിമന്റ് കൊണ്ട് ഉറപ്പാക്കുന്നതുപോലെയോ നല്ല കാര്യങ്ങളോട് പറ്റിച്ചേരുക എന്നാണ് അർത്ഥം. സംശയാസ്പദമോ വിവാദപരമായ കാര്യങ്ങളുമായല്ല ഒരു വിശ്വാസി എല്ലായ്പ്പോഴും നല്ല കാര്യങ്ങളോട് തന്നെ തന്നെ ഏകീഭവിപ്പിക്കേണ്ടത് ആവശ്യമാണ്. 10-11 വാക്യങ്ങൾ, സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. എത്ര മനോഹരമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവീക കാര്യങ്ങളിൽ തീഷ്ണതയുള്ളവരായിരിപ്പീൻ എന്നാണ് പറയുന്നത്. സഹോദരപ്രീതിയിൽ തമ്മിൽ സ്നേഹത്തോടെ വർത്തിക്കേണ്ടതാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഒരു കുടുംബ ബന്ധമെന്ന നിലയിൽ തമ്മിൽ ബഹുമാനവും സ്നേഹവും ഉണ്ടായിരിക്കണം. ഒരാൾ ഇതിനെക്കുറിച്ച് പ്രകാരം പറഞ്ഞിട്ടുണ്ട്, രക്തബന്ധമുള്ള സഹോദരങ്ങളോടെന്ന പോലെ വിശ്വാസികളായ സഹോദരന്മാരെ സ്നേഹിപ്പീൻ. നാം ഒരു കുടുംബത്തിൽപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കേണ്ടതത്രേ. ഭാഷയിലും നിറത്തിലും സാഹചര്യത്തിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് വരാം. സഹവിശ്വാസികളോടുകൂടെ നിത്യത മുഴുവൻ നാം ചെലവഴിക്കേണ്ടവരാണ്. അതിനാൽ അവരോട് കൂടുതൽ നന്നായി വർത്തിക്കേണ്ടത് ആവശ്യമത്രേ. ഇപ്പോൾ തന്നെ അതിനുവേണ്ടി നാം ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ, അതെ, തീഷ്ണതയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മടിയന്മാരാകരുത് എന്നാണ് ലൂതർ ഇതിനെ തർജ്ജിമ ചെയ്തിരിക്കുന്നത്. തീഷ്ണതയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മടിയന്മാരാകരുത്. പിന്നെ പറയുന്നു, ആത്മാവിൽ എരിവുള്ളവരായി, അതായത് നമ്മുടെ തീഷ്ണതയും ഉത്സാഹവുമെല്ലാം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കണം എന്നർത്ഥം. കർത്താവിനെ സേവിപ്പിൻ. ക്രിസ്തീയമായ പെരുമാറ്റമെല്ലാം ഈ ഉദ്ദേശം ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കേണ്ടതത്രേ. കർത്താവിനെ സേവിക്കുക. 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലേക്ക് വന്നാട്ടെ. ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. ആശയിൽ സന്തോഷിക്കുക, ഇതൊരു വിശ്വാസിയുടെ പങ്കായിരിക്കേണ്ടതത്രേ. ഒരു വിശ്വാസിയുടെ സാഹചര്യങ്ങൾ സന്തോഷിക്കത്തക്കതായിരിക്കേയില്ല. വാസ്തവം മറിച്ചായിരിക്കാം. എന്നാൽ അവൻ ഭാവിയെ നോക്കിക്കാണുകയും വരുവാനിരിക്കുന്ന അനുകൂല സാഹചര്യങ്ങളെ ആശയോടെ കണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്നു. ഭാവിയെക്കുറിച്ച് ശുഭ പ്രതീക്ഷയുള്ളവനായി ഒരു വിശ്വാസി പ്രതികൂല സാഹചര്യങ്ങളിലും സന്തോഷിക്കുന്നു. പിന്നെ പറയുന്നു, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. ഒരു വിശ്വാസി പ്രാർത്ഥനാ മനുഷ്യനായിരിക്കേണ്ടത് ആവശ്യമത്രേ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുക. ജീവിതത്തിൽ അത്യാവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ ആവശ്യത്തിലിരിക്കുന്ന വിശ്വാസികളുമായി പങ്കുവയ്ക്കുക എന്നാണ് അർത്ഥം. സാധു സംരക്ഷണത്തിനു വേണ്ടി പല സഭകൾക്കും പ്രത്യേക പണമുണ്ട്. എന്നാൽ എത്രമാത്രം ആ കാര്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്?
ദൈവം നമുക്ക് നൽകിയിരിക്കുന്നവ ആവശ്യത്തിലിരിക്കുന്ന സഹവിശ്വാസികളുമായി പങ്കിടണമെന്നത്ര ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിന്നെ അതിഥി സൽക്കാരം ആചരിക്കുക എന്ന് പറയുന്നു. ആർക്കൊക്കെ അതിഥി സൽക്കാരം കാണിക്കേണ്ടതാണെന്ന് നാം അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടതത്രേ. ക്രിസ്തീയ കൂട്ടായ്മയ്ക്കു വേണ്ടി ദാഹിക്കുന്ന ചിലർ താങ്കളുടെ സഭയിലോ ചുറ്റുപാടിലോ ഉണ്ടായെന്ന് വരാം. നാം അവരെ കണ്ടുപിടിച്ച് അവർക്ക് കൂട്ടായ്മ നൽകേണ്ടതാണ്. പിന്നെ പറയുന്നു, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ. വിശ്വാസികൾക്ക് അനുയോജ്യമല്ലാത്ത ഒരു നിർദ്ദേശമായി ഇത് തോന്നാവുന്നതാണ്. വാസ്തവത്തിൽ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ ഉപദ്രവിക്കുകയില്ല. താങ്കളെ ഉപദ്രവിക്കുന്ന ഒരാളിനെ അനുഗ്രഹിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ നാം ശപിക്കുകയല്ല, അനുഗ്രഹിക്കുകയാണ് വേണ്ടത്. 15-16 വാക്യങ്ങളിൽ സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവിൻ. തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിപ്പീൻ. ലോകത്തിന്റെ പ്രമാണം എന്തെന്നാൽ ചിരിക്കുക, അപ്പോൾ ലോകം താങ്കളോടുകൂടെ ചിരിക്കും എന്നുള്ളതാണ്. എന്നാൽ കരയുമ്പോൾ താങ്കൾ തനിയെ കരയേണ്ടതായി വരും കേട്ടോ. നാം മറ്റു വിശ്വാസികളുടെ സന്തോഷത്തിലും ദുഃഖങ്ങളിലും പങ്കുചേരേണ്ടതാണ്. കരയുന്നവരോടുകൂടെ കരയുക എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുവാൻ നാം സന്മനസ്സുള്ളവരായിരിക്കണം. പിന്നെ പറയുന്നു, തമ്മിൽ ഐക്യമത്യമുള്ളവരായി. എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കുന്നവർ എന്നല്ല ഇതിന്റെ അർത്ഥം. പിന്നെയോ യേശുക്രിസ്തുവിലുള്ള ഭാവം അഥവാ സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. വൈകാരികമായി വിശ്വാസികൾ മറ്റു വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലേണ്ടതാണ്. യഥാർത്ഥ വിശ്വാസികളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാര്യം ഇതാണ്: വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ. പ്രിയ സുഹൃത്തെ, എളിയ ആളുകളോടും പദവിയിൽ താണവരോടും ബന്ധപ്പെടുന്നതിൽ നാം ഭയമുള്ളവരായിരിക്കരുത്. ഫിലിപ്പ്യരോട് പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞു, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. താഴ്മയുടെ ഭാവം. അതിന് ക്രിസ്തുവിന്റെ ജീവിതത്തെ വളരെ വ്യക്തമായി വരച്ചു കാണിച്ചതിന് ശേഷമാണ് ആ ഭാവം ഉണ്ടായിരിക്കണം എന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. പിന്നെ പറയുന്നു, നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. താങ്കളുടെ അഭിപ്രായത്തിൽ താങ്കൾ ബുദ്ധിമാൻ എന്ന് ചിന്തിക്കുന്നത് നിർത്തുക എന്നർത്ഥം. എന്തൊരു ശക്തമായ നിരോധനാജ്ഞയാണിത്. വിശ്വാസികളിൽ അധികം പേരും വിചാരിക്കുന്നത് അവർ ആത്മീയ ശ്രേഷ്ഠരാണെന്നത്രേ. എന്നാൽ അവർ അപ്രകാരമുള്ളവരല്ല. ജ്ഞാനിയായ ശലോമോൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, തനിക്ക് തന്നെ ജ്ഞാനിയെന്ന് തോന്നുന്ന മനുഷ്യനെ നീ കാണുന്നുവോ? അവനെക്കുറിച്ചുള്ളതിനേക്കാളും മൂഢനെക്കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. സദൃശവാക്യങ്ങൾ 26:12. എത്രയോ ധീരമായ ഒരു പ്രസ്താവനയാണ് ശലോമോൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അവിശ്വാസികളോടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇനിയും പറഞ്ഞിരിക്കുന്നത് 17 മുതലുള്ള വാക്യങ്ങളിൽ. താങ്കളും ഞാനും അവിശ്വാസികളെക്കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്നിട്ടില്ലാത്ത ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളതിൽ ഭൂരിപക്ഷവും. അവരോട് നമുക്ക് എപ്രകാരമുള്ളൊരു ബന്ധമാണ് ഉണ്ടായിരിക്കേണ്ടത്? 17-18 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ. ലോകത്തിൽ ഒരു വിശ്വാസിക്ക് തിന്മയെ പ്രതീക്ഷിക്കുവാനുള്ളൂ. ആ സൂചനയല്ലേ ഇവിടെ ലഭിക്കുന്നത്? എന്നാൽ നാം ഒരിക്കലും പ്രതികാര നടപടി എടുക്കേണ്ടതില്ല. സകല മനുഷ്യരുടെയും മുൻപിൽ നാം യോഗ്യമായത് മുൻകരുതുക. വിശ്വാസികളുടെ സത്യസന്ധതയില്ലാത്ത പ്രവർത്തനമാണ് ക്രിസ്തുവിന്റെ പ്രവർത്തനത്തിന് ഏറ്റവും തടസ്സമായി തീരുന്നത്.
താങ്കൾ ഏതുവിധ വിശ്വാസമോ ആചാരമോ ആണ് പിൻപറ്റുന്നത് എന്ന കാര്യം ക്രിസ്തേതരായ ആളുകൾ പരിഗണിക്കുന്നില്ല. എന്നാൽ താങ്കൾ സത്യസന്ധരാണോ അല്ലയോ എന്ന കാര്യം അറിയുവാൻ അവർക്ക് താൽപര്യമുണ്ട്. താങ്കൾ വിശ്വസിപ്പാൻ യോഗ്യനായ ഒരു വ്യക്തിയാണോ? സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായി ജീവിക്കുന്നത് സുവിശേഷ പ്രതികൾ വിതരണം ചെയ്യുന്നതിനേക്കാൾ ഉത്തമമായ കാര്യമാണ്. ചുറ്റുപാടും ജീവിക്കുന്ന ആളുകൾ നമ്മുടെ ജീവിതത്തെ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നാം കൊടുക്കുന്ന ലഘുലേഖയല്ല അവർ സൂക്ഷിക്കുന്നത്, നമ്മുടെ കാൽവയ്പുകളാണ് ലോകം നിരീക്ഷിക്കുന്നത്. സുവിശേഷ പ്രതികളും ലഘുലേഖകളും വിതരണം ചെയ്യുന്നത് അപ്രധാനമായ കാര്യമാണെന്നല്ല ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. എന്നെ തെറ്റിദ്ധരിക്കരുത്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ അത് ചെയ്യുമ്പോൾ അതിന് യോജിച്ചതായ, അതിനെ പിന്തുണയ്ക്കത്തക്ക ഒരു ജീവിതം താങ്കൾക്കുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നത്രേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നാം വളരെ ശ്രദ്ധിച്ചു വേണം ലോകത്തിന്റെ മുൻപാകെ നടക്കുവാൻ. നാം ബസ്സിൽ കയറിയാൽ, ഒരു കടയിൽ ചെന്നാൽ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും മറ്റുള്ളവർ നമ്മിലെ വ്യത്യാസം മനസ്സിലാക്കണം, നമ്മുടെ സംസാര രീതി മനസ്സിലാക്കണം. അഭിനയിക്കണമെന്നല്ല, അത് സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ നിന്നും ഉണ്ടാകേണ്ടതാണ്. പിന്നെ പറയുന്നു, കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. അതിന്റെ അർത്ഥം എന്താ? ചില മനുഷ്യരുമായി സമാധാനമായിരിക്കാൻ കഴിയുന്നതല്ല എന്ന വിവക്ഷയും ഈ വാക്യത്തിൽ അടങ്ങിയിട്ടുണ്ടല്ലേ. അവരുമായി സമാധാനമായി മുമ്പോട്ട് പോകുവാൻ അവർ താങ്കളെ അനുവദിക്കുകയില്ല എന്നതത്രേ വാസ്തവം. ചിലരുമായി യാതൊരുത്തർക്കും സമാധാനമായി മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല. അവരുമായി സമാധാനമായിരിക്കണമെന്ന് ദൈവവചനം പറയുന്നുമില്ല. കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം എന്നത്രേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. താങ്കളുടെ കഴിവിന്റെ പരമാവധി നിർവഹിക്കുക, അതുമാത്രമേ താങ്കൾ ചെയ്യേണ്ടതുള്ളൂ. നാം വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആവുന്നത്ര നാം പരിശ്രമിക്കണം. നമ്മെക്കൊണ്ടാവുന്നത്ര എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ ആലോചന അനുസരിച്ച് മുൻപോട്ട് പോകണം. ചിലപ്പോൾ അത് നടന്നെന്ന് വരില്ല. അതെ, സമാധാനമായിരിക്കുവാൻ സാധിച്ചെന്ന് വരില്ല. അത് നാം ഒരു ഉപാധിയായി ഒരിക്കലും കാണരുത്. അത് സാധിക്കുക തന്നെ ചെയ്യും എന്നുള്ള ബോധത്തോടെ നാം ദൈവാത്മാവിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെടണം. എന്നാൽ അങ്ങനെ സാധിച്ചില്ല എങ്കിൽ അതും ദൈവകരങ്ങളിലേക്ക് നാം ഭരമേൽപ്പിക്കണം. നാം അങ്ങനെയുള്ളവരോട് കയ്പായിരിക്കാൻ പാടില്ല. ഓ, അവനോട് അല്ലെങ്കിൽ അവളോട് ഒരിക്കലും എനിക്ക് സ്നേഹമായിരിക്കാൻ സാധിക്കില്ല, അങ്ങനെ പോട്ടെ എന്ന് ചിന്തിച്ച് മിണ്ടാതിരിക്കുന്ന അവസ്ഥയല്ല. നമ്മുടെ ജീവിതത്തിൽ കയ്പുണ്ടാകാൻ പാടില്ല. 19-20 വാക്യങ്ങളിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവവചനത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രമാണങ്ങളിൽ ഒന്നാണിത്. എന്നാൽ ഇത് ഒരു ദൈവപൈതലിൽ പ്രാവർത്തികമാക്കുവാൻ ഏറ്റവും വിഷമമുള്ള കാര്യമാത്രേ. ഒരു ചെകിട്ടത്ത് താങ്കളെ ആരെങ്കിലും അടിച്ചാൽ മറ്റേതും കാണിച്ചു കൊടുക്കുക പ്രയാസമുള്ള കാര്യമാണ്. പ്രതികാരം ചെയ്യാതിരിക്കുന്നതും നമുക്ക് പ്രയാസമാണ്. എന്നാൽ സംഗതി നാം സ്വയമേ കൈകാര്യം ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ട് പ്രതികാര നടപടി സ്വീകരിക്കുമ്പോൾ ആ കാര്യം നാം ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് നീക്കുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, അങ്ങനെ ചെയ്യുമ്പോൾ നാം വിശ്വാസത്താൽ നടക്കുകയല്ല ചെയ്യുന്നത് എന്ന് തെളിയിക്കുകയും ചെയ്യുന്നു. താങ്കൾ എന്നോടുകൂടെ വിശ്വാസത്താൽ നടക്കുക, താങ്കളുടെ കാര്യം കൈകാര്യം ചെയ്യുവാൻ എന്നെ അനുവദിക്കുക, കാരണം ഞാൻ അത് നീതിപൂർവമേ കൈകാര്യം ചെയ്യുകയുള്ളൂ. ഈ മനുഷ്യൻ താങ്കളെ ഉപദ്രവിച്ചുവെങ്കിൽ അവന്റെ കാര്യം ഞാൻ ഏറ്റിരിക്കുന്നു എന്നത്ര ദൈവം നമ്മോട് പറയുന്നത്. നാം ഈ വക കാര്യങ്ങൾ കർത്താവിനെ ഭരമേൽപ്പിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുവാനായി നാം ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ അവിടെ ദൈവം പ്രവർത്തിക്കേണ്ടതിനായി അവനോട് അപേക്ഷിക്കുക. അവിടെ താങ്കൾക്ക് വിജയം ലഭിക്കുന്നത് കാണുവാൻ സാധിക്കും. ഇത് ഏറ്റവും വിഷമമുള്ള കാര്യമാണ്. എന്നാൽ അപ്രകാരം നാം ചെയ്യുമ്പോൾ ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് കാണുവാൻ കഴിയും. പ്രാർത്ഥനയോടുകൂടെ ആ കാൽവെപ്പ് വയ്ക്കുക. നിങ്ങൾ അവിടെ വലിയ അത്ഭുതം കാണും. നമ്മേക്കാൾ വളരെ മടങ്ങ് നന്നായിട്ട് അവൻ അത് ചെയ്യും. എന്നാൽ പലപ്പോഴും നാം നമ്മെക്കൊണ്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ
ശ്രമിക്കുകയും പ്രതികാര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. സകലവും കർത്താവിന്റെ കൈകളിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഒടുവിലത്തെ വാക്യം നോക്കിക്കേ, 12-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. പൈശാചിക വ്യവസ്ഥിതികളോടുകൂടിയ ഈ തിന്മ നിറഞ്ഞ ലോകത്തിൽ കൂടി മുൻപോട്ട് പോകുമ്പോൾ ഒരു ദൈവപൈതലിന് തിന്മയോട് പോരാടുവാൻ കഴിയുകയില്ല. താങ്കൾ സാത്താന്റെ വ്യവസ്ഥിതികളോട് പോരാടുവാൻ ശ്രമിച്ചാൽ, അതായത് ജഡത്തിന്റെ ആയുധം ഉപയോഗിച്ച് മറുപടി നൽകുവാൻ ആരംഭിച്ചാൽ, അത് താങ്കളെ അടിച്ചു വീഴ്ത്തുക തന്നെ ചെയ്യും. ലോകത്തിന്റെ രീതിയിൽ തന്നെ പകയുടെയും പ്രതികാരത്തിന്റെയും നടപടി താങ്കൾക്ക് സ്വീകരിക്കുവാൻ സാധ്യമല്ല. അങ്ങനെ താങ്കൾ ചെയ്താൽ പരാജയമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. സുഹൃത്തെ, മറ്റുള്ളവർ താങ്കളെ ഉപദ്രവിക്കുന്ന അളവിൽ അവർക്ക് മടക്കിക്കൊടുക്കുവാനല്ലേ താങ്കൾ ശ്രമിക്കുന്നത്? ആ ചിന്ത പൈശാചികമാണ്. ഒരു ദൈവപൈതലിന് ചെയ്യുവാൻ സാധിക്കുന്നത് സകലവും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക മാത്രമാണ്. താങ്കളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, താങ്കളെക്കുറിച്ച് അപവാദം പറയുന്നവരെ സഹായിക്കുക, താങ്കളെ തെറ്റിദ്ധരിക്കുന്നവരെ സ്നേഹിക്കുക. താങ്കളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് പകയും കയ്പുമല്ലേ? പിന്നെ ദൈവം എങ്ങനെ പ്രവർത്തിക്കും? ദൈവം നൽകിയ ഈ പ്രമാണം നാം കൈവിട്ടു എന്നതല്ലേ ഇന്നത്തെ നമ്മുടെ പരാജയം? ഈ അധ്യായത്തിലെ ഓരോ വാക്യങ്ങളും എടുത്ത് ഓരോ ദിവസം സംസാരിച്ചാൽ കൊള്ളാമെന്നെനിക്കുണ്ട്. പക്ഷേ സമയമില്ലാത്തതിനാൽ ഞാൻ അതിന് ശ്രമിക്കുന്നില്ല. വളരെ ലളിതമായി പറഞ്ഞിരിക്കുന്ന ഈ നിർദ്ദേശങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുക, സ്വയപരിശോധന ചെയ്യുക, നന്മയാൽ തിന്മയെ ജയിക്കുക. ദൈവം തന്റെ പൈതലിന് നന്മ, അതായത് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. അവൻ ആത്മാവിൽ നടക്കേണ്ടതത്രേ. അതാണ് ഇവിടുത്തെ അർത്ഥം. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്നത്രേ ഗലാത്യലേഖനം 5:16 പൗലോസ് പറഞ്ഞത്. ആത്മാവിൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ഈ ലോകത്തിലെ സകല ബന്ധങ്ങളിലും വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം താങ്കളെ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രദ്ധിക്കണേ, എത്ര വിലപ്പെട്ടതായ ചിന്തയാണ് നാം ഇവിടെ കണ്ടത്. ഒരു ദൈവപൈതൽ തന്റെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം മാത്രമല്ല, ആത്മിക വരങ്ങളുമായിട്ടുള്ള ബന്ധം, മറ്റ് വിശ്വാസികളുമായുള്ള ബന്ധം, അവിശ്വാസികളുമായുള്ള ബന്ധം, ഈ ബന്ധങ്ങൾ ശരിയായാൽ ജീവിതം തന്നെ ശരിയായില്ലേ? ജീവിക്കാൻ എന്തൊരു സുഖമായിരിക്കും. പലപ്പോഴും നമ്മുടെ പ്രശ്നം ബന്ധങ്ങളിലെ ഉലച്ചിലാണ്. ഇന്നത്തെ പഠനം നിങ്ങൾക്ക് പ്രയോജനകരമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സ്നേഹിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നതാണ് നാം കണ്ടത്. താഴ്മയോടെ, വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ നാം മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരെന്ന് കാണുന്ന ആ മനോഭാവം. എങ്ങനെയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുമായിട്ടുള്ള സ്നേഹബന്ധം? ഇന്നത്തെ ഈ പഠനം നിങ്ങളുടെ ജീവിതത്തെ അധികം ആത്മീയ വർധനയിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വചനമനുസരിച്ച് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ശ്രദ്ധിച്ചതുപോലെ ഞങ്ങളുടെ സ്നേഹം നിർവ്യാജമായിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പലപ്പോഴും സ്വാർത്ഥത തിങ്ങിയതാണ് ഞങ്ങളുടെ സ്നേഹം എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ വിനയപ്പെടുവാൻ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇന്ന് വചനം കേട്ട ഓരോരുത്തർ വ്യക്തിപരമായി, കുടുംബങ്ങളായി, സമൂഹങ്ങളായി, സഭകളായി കർത്താവെ ഈ സ്നേഹത്താൽ പിടിക്കപ്പെടുവാൻ ഇടയാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.